സ്വർണ്ണവിലയിൽ ഇന്നും നേരിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,910 രൂപയായിരിക്കുന്നു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,11,280 രൂപയായി. ഷബാസ് അഹമ്മദാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഷബാസ്, തുടർച്ചയായ 4ാം ദിവസവും സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ട്. കുത്തനെ കയറ്റത്തിന് ശേഷം ഇടിവുണ്ടായിരിക്കുന്നു. ഇത് തുടർച്ച ഉണ്ടാകുമോ? എന്താണ് വ്യാപാരികൾ ഉൾപ്പെടെ പറയുന്നത്? വിനിത വേണു, കഴിഞ്ഞ ദിവസം സ്വർണ്ണവില റെക്കോർഡ് തൊട്ടെങ്കിലും ഇപ്പോൾ കാണുന്ന ട്രെൻഡ് സ്വർണ്ണവില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വിപണി തുടങ്ങുമ്പോൾ വില ഇടിഞ്ഞുകൊണ്ടാണ് സ്വർണ്ണത്തിന് വിപണി തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ഗ്രാമിന് 130 രൂപയാണ് വിപണി തുടങ്ങുമ്പോൾ കുറഞ്ഞത്. ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,910 രൂപയായി. പവന് 1,040 രൂപയാണ് ഇന്ന് രാവിലെ കുറഞ്ഞത്. 1,11,280 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില. ഇന്നലെ രാവിലെ വിപണി തുടങ്ങിയ തന്നെ വലിയ ഇടിവോടെയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇന്നലെ സ്വർണ്ണവില ഇടിയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി 4,000 രൂപ വർദ്ധിച്ചുകൊണ്ട് ഒരു പഴയ നിരക്കിലേക്ക് എത്താൻ സ്വർണ്ണത്തിന്റെ വില ശ്രമം നടത്തിയിരുന്നു. പക്ഷേ 5,000 രൂപയുടെ കുറവാണ് ഇന്നലെ രേഖപ്പെടുത്തി. എന്തായാലും ഈ റെക്കോർഡ് 1,31,000 രൂപയുടെ റെക്കോർഡ് തൊട്ടതിനു ശേഷം തുടർച്ചയായി സ്വർണ്ണവില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ചാഞ്ചാട്ടമാണ് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവില വരും ദിവസങ്ങളിലും ഇടിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇടിയുമെന്നൊരു പ്രതീക്ഷയിലാണ് പലരും സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരൊക്കെ ഉള്ളത്. എന്തായാലും നിക്ഷേപകരെ സംബന്ധിച്ച് ഇതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു അവസരമായാണ് കണക്കാക്കുന്നത്. വിനീത, ശരി, അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു സ്വർണ്ണവിലയിൽ. കുത്തനെ കയറ്റത്തിന് ശേഷം ഇപ്പോൾ തുടർച്ചയായ 4ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഷബാസ് അഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.